ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ഒരുപാട് ശല്യക്കാരായിട്ടുള്ള പാറ്റയെ ഓടിക്കാനുള്ള ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. മിക്ക വീടുകളിലും പാറ്റ ശല്യം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, പാറ്റ ശല്യമുള്ളവരൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡാണ്. നമ്മുടെ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഒരു സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ തുണിയൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് ഉണ്ടാവും ലിക്വിഡ്, ആ ലിക്വിഡ് നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാനിറ്റൈസറാണ്. അപ്പോൾ സാനിറ്റൈസർ എല്ലാവർക്കും അറിയായിരിക്കും, മിക്കവരുടെ വീടുകളിലും ഉണ്ടാവില്ലേ. അപ്പോൾ ഇത് മാത്രം മതി കേട്ടോ, ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്ക് പാറ്റയെ ഓടിക്കാനായിട്ട്. അപ്പോൾ ഈ സാനിറ്റൈസറും കൂടി നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലിക്വിഡ് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് സാനിറ്റൈസർ കുറച്ചുകൂടെ കൂട്ടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുകയാണെങ്കിൽ സ്പ്രേ ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ്. ഇനി സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സാധാരണ ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന ചെറിയ കുപ്പിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്താൽ അങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്കിത് നമ്മുടെ വീട്ടിലെവിടെ വേണമെങ്കിലും പാറ്റയുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാറ്റയുടെ ശല്യം പിന്നെ ഉണ്ടാവത്തേയില്ല. അപ്പോൾ നമ്മുടെ കിച്ചണിലായിരിക്കും കൂടുതൽ സമയം പാറ്റ രാത്രിയിലൊക്കെ ഇറങ്ങി വരുന്നതല്ലേ. അപ്പോൾ അവരെ ഓടിക്കാനായിട്ട് കിച്ചൺ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മുടെ കബോർഡിനുള്ളിൽ നമ്മൾ സാധനങ്ങളും പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്നിടത്തൊക്കെ പാറ്റ കയറി ഇറങ്ങാറുണ്ടല്ലേ. അപ്പോൾ അവിടെയൊക്കെ നമുക്കിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പാറ്റ ഓടിക്കാനുള്ളൊരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഈ ഒരു സാനിറ്റൈസർ കൊണ്ട് നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കി പാറ്റയെ നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഒരു 2 സ്പൂൺ ഗോതമ്പ് പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബോറിക് ആസിഡാണ്. അപ്പോൾ ഈ ഒരു പൗഡർ നമുക്ക് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബോറിക് ആസിഡ് പൗഡറും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചിട്ട് ചെറിയ ഉരുളകളാക്കി നമ്മൾ ഇത് ഉരുട്ടിയെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ചെറിയ ബോൾസാക്കി നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റശല്യമുള്ള ഭാഗത്തൊക്കെ വീട്ടിനുള്ളിലായാലും പുറത്തായാലും ഒക്കെ നമുക്കിത് കൊണ്ട് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പാറ്റ വന്നത് കഴിച്ചിട്ട് അവർ പിന്നെ ചത്തുപോവുകയാണ് ചെയ്യുന്നത്. ബോറിക് ആസിഡൊക്കെ വയറ്റിനുള്ളിൽ ചെന്നിട്ട് പാറ്റയ്ക്ക് വയറ്റിനുള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പെട്ടെന്ന് തന്നെ അവർ ചത്തുപോകും. പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല. അപ്പോൾ പാറ്റയെ ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പം ഈ 2 ടിപ്സും എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.